നൈസ് അറബിക്കിന്റെ ഏറ്റവും പുതിയ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഭാവി വർത്തമാനം പിന്നീട് ചെയ്യും എന്ന കാര്യം അറബികൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നതാണ്. ഗ്രാമർ അറബിയിൽ യുടെ മുമ്പ് സൗഫ എന്നോ സ എന്ന അക്ഷരമോ കൂട്ടിക്കൊടുക്കുക എന്നതാണ്. യഖൂൽ പറയുന്നു, സയഖൂൽ പിന്നീട് അദ്ദേഹം പറയും. അദ്ഹബു ഞാൻ പോകുന്നു, സ അദ്ഹബു പിന്നീട് ഞാൻ പോകും. സൗഫ യഖൂൽ, സ അഖൂൽ ഇങ്ങനെ ക്രിയയുടെ മുമ്പ് സ എന്നോ സൗഫ എന്നോ കൂട്ടിക്കൊടുത്തുകൊണ്ടാണ് ഗ്രാമർ അറബിയിൽ ഭാവി വർത്തമാനം നടത്തുന്നത്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ ഒരു ഭാഗത്തും ഈ ശൈലി സ്വീകരിക്കുന്നില്ല സംസാര അറബിയിൽ എന്നതാണ് വസ്തുത. മറിച്ച് അറബികൾ മിക്ക പ്രദേശങ്ങളിലുള്ളവരും ഭാവി വർത്തമാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന 3 ടൂൾസുകളാണ്. അതിലൊന്ന് വെർബിൻ്റെ മുമ്പ് ബ എന്ന അക്ഷരത്തെ കൂട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഉദാഹരണം, അന ബറൂഹ്, അന ബറൂഹ് കണ്ടോ, അന ഞാൻ, റോഹ് പോകും എന്നതാണ്. അന ബറൂഹ് ഞാൻ പിന്നീട് പോകും. അന ഞാൻ, ബറൂഹ് ദുബായ് ബാച്ചർ. അന ബറൂഹ് ദുബായ് ബാച്ചർ ഞാൻ നാളെ ദുബായിൽ പോകും. ഇവിടെ അന ബറൂഹ് പിന്നീട് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ആ ബ കൊടുത്തത്. ദുബായ് ദുബായിൽ, ബാച്ചർ ടുമോറോ അല്ലെങ്കിൽ നാളെ. അവിടെ ബാച്ചർ എന്നത് നാളെ എന്നതിന് UAE-യിൽ കൂടുതലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതേ വാചകം തന്നെ സൗദികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അന ബറൂഹ് ദുബായ് ബുഖ്റ ഞാൻ നാളെ ദുബായിൽ പോകും. കണ്ടോ, ആ റൂഹ് എന്ന പദത്തിൻ്റെ തൊട്ട് മുമ്പ് ബ എന്ന അക്ഷരം കൊടുത്തുകൊണ്ടാണ് പിന്നീട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലേക്ക് ആ വാചകത്തെ മാറ്റുന്നത്. അന ബറൂഹ് സൂഖ് ബഅദ ബുഖ്റ, അന ബറൂഹ് സൂഖ് ബഅദ ബുഖ്റ ഞാൻ മറ്റന്നാൾ ടൗണിൽ പോകും. കണ്ടോ, ആ മറ്റന്നാൾ എന്നത് ഭാവി കാലമായതുകൊണ്ട് റൂഹ് എന്ന പദത്തിൻ്റെ തൊട്ടു മുമ്പ് ബ എന്ന അക്ഷരം കൊടുത്തു. ഇങ്ങനെയാണ് അറബികൾ ഭാവി വർത്തമാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. അറബികൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ടൂൾ വെർബിൻ്റെ തൊട്ടു മുമ്പ് ഹ എന്ന പദം കൊടുത്തുകൊണ്ടാണ്. ഉദാഹരണങ്ങൾ നോക്കാം. ഹു ഹറൂഹ് ബുക്ര മക്ക അൽ മുക്കറമ അദ്ദേഹം നാളെ മക്കയിൽ പോകും. ഹുവ എന്നതിന് ഹു എന്നാണ് കൂടുതലും സംസാര അറബിയിൽ ഉപയോഗിക്കുക. ഹു ഹറൂഹ്, ഹറൂഹ് പോകും, ബുഖ്റ നാളെ, മക്ക അൽ മുക്കറമ മക്ക എന്ന പുണ്യസ്ഥലത്ത് പോകും. മുജീബ് ഹൈജി ബാദസാഹ് മുജീബ് 1 മണിക്കൂറിന് ശേഷം വരും. മുജീബ് 1 മണിക്കൂറിന് ശേഷം വരും. അപ്പോൾ ആ 1 മണിക്കൂറിന് ശേഷം എന്ന പിന്നീട് എന്ന അർത്ഥം ലഭിക്കുന്നത് എജി എന്ന പദത്തിൻ്റെ മുമ്പ് ഹ എന്ന പദം വന്നതുകൊണ്ടാണ്. ആ 1 മണിക്കൂറിന് ശേഷം എന്ന അർത്ഥം ലഭിക്കാൻ ബാദസാഹ് അതാണ്.
ആ പിന്നീട് എന്ന അർത്ഥം ലഭിക്കാനുള്ള പ്രയോഗമാണ് നജി എന്ന പദത്തിൻ്റെ തൊട്ടു മുമ്പ് ഹ എന്ന പദം കൊടുക്കുന്നത്. അപ്പോൾ പിന്നീട് സംഭവിക്കുന്ന കാര്യം പറയാൻ വേണ്ടി അറബികളുടെ സംസാര ശൈലിയിൽ ഉപയോഗിക്കുന്ന ഒന്ന് ബ എന്നത് വെർബിൻ്റെ ക്രിയയുടെ തൊട്ടുമുമ്പ് കൊടുത്തുകൊണ്ട്, രണ്ട് ഹ എന്ന പദം എന്താണോ അവിടെ സംഭവിക്കുന്ന ആ ക്രിയാത്തിൻ്റെ തൊട്ടു മുമ്പ് ഹ എന്ന പദം കൊടുത്തുകൊണ്ട്. മൂന്നാമത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത് റാഹ് എന്ന പദം വെർബിൻ്റെ തൊട്ടു മുമ്പ് കൊടുത്തുകൊണ്ടാണ്. ഉദാഹരണം, അന റാഹ് അഖല്ലസ് അൽ വാജിബ് ബഅദ ശൂയ. ഞാൻ ഡ്യൂട്ടി അല്പസമയത്തിന് ശേഷം പൂർത്തിയാക്കും. അന റാഹ് അഖല്ലസ്. അന അഖല്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ പൂർത്തിയാക്കുന്നു എന്നാണ്. അന റാഹ് അഖല്ലസ്, ഞാൻ പൂർത്തിയാക്കാൻ പോകുന്നു, അതായത് ഞാൻ പിന്നീട് പൂർത്തിയാക്കും. അൽ വാജിബ്, ഡ്യൂട്ടി, എൻ്റെ ഉത്തരവാദിത്തം. അൽ വാജിബ് എന്നതിന് എന്നിൽ നിർബന്ധമായ കാര്യമെന്നാണ്. ഇതാണ് ഡ്യൂട്ടി എന്നും ഉത്തരവാദിത്തം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന റാഹ് അഖല്ലസ് അൽ വാജിബ് ബഅദ ശൂയ, ഞാൻ അല്പസമയത്തിന് ശേഷം എൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കും. അന റാഹ് ഖല്ലസുൽ വാജിബ് ബഅദ ശൂയ. ഇവിടെ അല്പസമയത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചർ ടെൻസ്. ആ പിന്നീട് സംഭവിക്കുന്ന ഭാവി വർത്തമാനമായതുകൊണ്ടാണ് ഖല്ലസ് എന്ന പദത്തിൻ്റെ തൊട്ട് മുമ്പ് റാഹ് എന്ന പ്രയോഗം അവിടെ കൊടുത്തത്. ഹു റാഹ് ഖല്ലസ് ശുഗൽ ഹാദ ഷഹർ. അദ്ദേഹം ഈ മാസം ജോലി പൂർത്തിയാക്കാൻ പോകുന്നു. അതുകൊണ്ടോ ഈ മാസത്തോടു കൂടിയാണ്, എൻഡ് ഓഫ് മന്തിലാണ് പൂർത്തിയാവുന്നത്. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഹു റാഹ് ഖല്ലസ് ശുഗൽ ഹാദ ഷഹർ, ഈ മാസം പൂർത്തിയാക്കും. അപ്പോൾ ആ മാസത്തിൻ്റെ മിഡിലോ തുടക്കത്തിലോ അങ്ങനെ പറയുമ്പോൾ അവിടെയും റാഹ് ഖല്ലസ്, പൂർത്തിയാക്കാൻ പോകുന്നു, ഫ്യൂച്ചർ ടെൻസായിട്ട് ഉപയോഗിക്കുന്ന ഒരു രൂപമാണത്. മറ്റൊരു ഉദാഹരണം, മുജീബ് റാഹ് യുഗദ്ദം ഇസ്തിഖാല ബഅദ ഷഹ്റൈൻ. മുജീബ് റാഹ് യുഗദ്ദം ഇസ്തിഖാല ബഅദ ഷഹ്റൈൻ. മുജീബ് 2 മാസത്തിന് ശേഷം ജോലി രാജിവെക്കും. ജോബ് രാജിവെക്കാൻ പോകുന്നു. ആഫ്റ്റർ 2 months, 2 മാസത്തിന് ശേഷം. ആ 2 മാസത്തിന് ശേഷമായതുകൊണ്ടാണ് ഗദ്ദം ഇസ്തിഖാല എന്ന ആ ക്രിയയുടെ മുമ്പ് റാഹ് എന്ന് കൊടുത്തത്. ഇനി അതുപോലെ തന്നെ ഭാവിയിൽ അങ്ങനെ സംഭവിക്കുകയില്ല എന്നതും ഭാവിയിൽ നിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം നോക്കൂ. സാർ മാ റാഹ് യർജി ബുക്ര. അപ്പം നാളെ അത് സംഭവിക്കുകയില്ല എന്നതിനാണ് മാ റാഹ് യർജ. യർജ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ്. നിസാർ മാ റാഹ് യർജ ബുക്ര. നിസാർ നാളെ മടങ്ങുകയില്ല. 3 ടൂൾസുകൾ ഇവയാണ്. വെർബിൻ്റെ ക്രിയയുടെ മുമ്പ് ബ കൊടുത്തുകൊണ്ട്, ക്രിയയുടെ മുമ്പ് ഹ കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ക്രിയയുടെ മുമ്പ് റാഹ് എന്ന പദം കൊടുത്തുകൊണ്ട്. ഇങ്ങനെ 3 രീതിയാണ് അവലംബിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില അറബ് രാജ്യങ്ങളിൽ ചില പ്രയോഗങ്ങൾ കാണാം. ഉദാഹരണം, ഈജിപ്ഷ്യൻസ് പലപ്പോഴും ബ എന്നതുകൊണ്ട്, അഥവാ ഈ ക്രിയയുടെ മുമ്പ് ബ കൊടുത്തുകൊണ്ട് അവർ സംസാരിക്കുന്നത് അപ്പോൾ ആ സംസാര സമയം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അവർ കൂടുതലും അവരുടെ സംസാരത്തിൽ പിന്നീട് സംഭവിക്കുന്നതിന് ഹ എന്ന പദമാണ് കൊടുക്കാറുള്ളത്.
ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പലപ്പോഴും അവർ ഭ എന്ന അക്ഷരം കൊടുത്തുകൊണ്ടാണ് സംസാരിക്കാറുള്ളത് എന്നുകൂടി ഇതോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്.